ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സദ്വാർത്തയുടെ 14-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2 ആഴ്ച ആവുകയാണ് നമ്മുടെ ഈ ക്രിസ്മസ് ഒരുക്ക ധ്യാനം തുടങ്ങിയിട്ട്. ഈ നാളുകളിലൊക്കെ നിങ്ങൾ താല്പര്യത്തോടെ ഇതിൽ പങ്കെടുക്കുന്നതിന്, പ്രത്യേകിച്ച് ഇത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നതിന് നിങ്ങൾക്കുള്ള നന്ദി, നിങ്ങളുടെ മേലുള്ള നന്ദി അറിയിക്കുകയാണ്. താല്പര്യത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും കൃത്യമായിട്ടൊക്കെ എനിക്ക് ഫീഡ്ബാക്ക് അയക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലർ ഇങ്ങനെ പറയുമ്പോഴാണ് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചായിരുന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ, കാരണം ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുകയല്ലേ, ചിലപ്പോൾ അത് പിന്നെ അത് വിട്ടുപോകും. അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും ചിലപ്പോൾ ഞാൻ ചിന്തിക്കാത്ത മാനങ്ങളൊക്കെ അതിനോട് കൂട്ടിച്ചേർത്ത് കുറിപ്പെഴുതി അയക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ അത്രയും കീനായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്ന, ഇതിനോടൊപ്പം നടക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഇനിയിപ്പോൾ ചിലർക്ക് അത് പറ്റുന്നില്ല, ഇനി ഫീഡ്ബാക്ക് തരാൻ പറ്റിയില്ലോ വെച്ചാൽ അത് കാരണം വല്ല കുഴപ്പം പറ്റിയോ? ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. നിങ്ങളിത് പങ്കെടുക്കുക, നിങ്ങളിത് പ്രാർത്ഥിക്കുക, പങ്കെടുക്കുക, ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷ ചെയ്യുന്ന ബലഹീനനായ എന്നെ കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് ഒരുക്കുമ്പോൾ ഈ ദിവസങ്ങളിലെങ്കിലും ഒക്കെ നിങ്ങളുടെ എല്ലാ ദിവസവും ഈ മുഖം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഈ ദിവസങ്ങളിലെങ്കിലും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക. കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ ശുശ്രൂഷയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്നോടൊപ്പം ഈ ദിവസങ്ങളിലൊക്കെ പാട്ടുകൾ പാടുന്നവർ നിങ്ങൾ കാണുന്നുണ്ട്, മാറി മാറിയാണ് ഓരോരുത്തരായിട്ടൊക്കെ വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ 3 ദിവസവും ഇന്നും ഇനിയുള്ള ഇത് അവസാനിക്കുന്നവരെയുള്ള ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പാടി സഹായിക്കുന്ന എന്നോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിപ്പിക്കാൻ പോകുന്ന ഡെനിയാണ്, ഡെനി ഡെൻസിൽ. അദ്ദേഹം കൊല്ലംകാരനാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ പരിചയം കാണും. അദ്ദേഹമാണ് വളരെ സോൾഫുള്ളായിട്ട് ആത്മാവ് നിറഞ്ഞ് പാടി പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം അങ്ങനെ പലരും ഈ ദിവസങ്ങളിൽ സഹായിച്ചു പാട്ടിൽ. ഇതിൻ്റെ ടെക്നീഷ്യൻസ്, അവരെയൊക്കെ നന്ദിയോടെ ഓർക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ കൂടെ ഒക്കെ ഓർക്കണമെന്ന്. കാരണം ഇവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയാലെ കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹങ്ങളായിരിക്കും യഥാർത്ഥ പ്രതിഫലം. ഇവരെടുക്കുന്ന എഫേർട്ടിനൊന്നും കൃത്യമായിട്ടൊന്നും അവർക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അവരുടെ കുടുംബം സംരക്ഷിക്കപ്പെടണം, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലേക്ക് കറങ്ങിത്തിരിക്കുന്ന കുടുംബജീവിതം ജീവിക്കുന്ന ഒത്തിരി പേര്. ഞങ്ങളൊക്കെ പിന്നെ വേറെ എന്താ പറയേണ്ടത്, കുഞ്ഞുട്ടി പരാധീനതകളില്ലാതെ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവരാണ്. അല്ലാത്ത ഒത്തിരി പേരില്ലേ. അപ്പോൾ അവർക്കുമൊക്കെ ഈ സംരക്ഷണം കിട്ടാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. യെസ്, ഇന്നത്തെ ടോക്കിലേക്ക്, ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കുറച്ച് ബിബ്ലിക്കൽ ടോപ്പിക്കാണ്. അല്പം ബൈബിൾ ഉപയോഗിച്ചും ബൈബിളിൻ്റെ ഉള്ളിലെ അതിൻ്റെ അടരുകൾ മനസ്സിലാക്കിയുമുള്ളൊരു ശ്രമമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഈ ദിവസങ്ങളിൽ സൂചിപ്പിക്കുന്നില്ല, ഞാൻ വളരെയധികം ആസ്വദിക്കുന്ന, എൻജോയ് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് ഈ യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഫെയ്ത്ത് കൊടുക്കുന്നത്, പഠിപ്പിക്കുന്നത്. അത് സാധാരണ യുവജനങ്ങളുടെ പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ DJ ആണ്, യൂത്തിൻ്റെ ഗാദറിങ്ങുകളെല്ലാം DJ ആണ്. അത്തരം സ്റ്റൈലല്ല. പണ്ട് ബ്രദറായിരിക്കുന്ന കാലത്ത്, ഷമ്മാച്ചനായിരിക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ കൂടെ ടീച്ചിങ്ങിലേക്ക്, യുവജനങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ടീച്ചിങ് കൊടുക്കാൻ അത് വളരെ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ അവരെ ബൈബിൾ സുവിശേഷം പഠിപ്പിക്കും. സുവിശേഷത്തിൻ്റെ 4 സുവിശേഷങ്ങളുടെ വ്യത്യസ്തതകൾ, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ആ 4 സുവിശേഷങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, അതൊക്കെ പഠിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങൾ കിട്ടുന്നൊരു വലിയൊരു സന്തോഷമുണ്ട്. അച്ചു നല്ലതാണല്ലോ എന്ന് പറയും. അതിനകത്തൊന്നാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അത്തരം സുവിശേഷത്തിൻ്റെ പല മാനങ്ങളിലൊന്ന്. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഈ ദിവസങ്ങളിൽ 4 സുവിശേഷങ്ങൾ വായിച്ചൊരുങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, വായിക്കുന്നുണ്ടെന്നും വിചാരിക്കുന്നു. ഈ 4 സുവിശേഷങ്ങളുടെ തുടക്കത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചേ. മർക്കോസ് സുവിശേഷം എങ്ങനെയാണ് തുടങ്ങുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുന്നത് ഈശോയുടെ പരസ്യജീവിതത്തെ പറഞ്ഞാണ്. അതും സ്നാപക യോഹന്നാനെ കുറിച്ച്, ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവൻ്റെ റിപ്പോർട്ട് കൊടുത്താണ് അതങ്ങോട്ട് തുടങ്ങി വരുന്നത്. അതെന്തായിരിക്കും അങ്ങനെ വരാൻ കാര്യം? അതിൻ്റെ കാരണം ആദ്യം എഴുതപ്പെട്ട സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം. അപ്പം മർക്കോസ് ഇറ്റ്സ് മോർ ലൈക്ക് എ നെയ്വ് ഗോസ്പൽ. നെയ്വ് എന്ന് വെച്ചാൽ എന്താ? സാധാരണക്കാരൻ്റെ അങ്ങനൊരു സുവിശേഷമാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം. അങ്ങനെ വലിയ ഹോംവർക്കൊന്നും ചെയ്ത് കാണത്തില്ല. കിട്ടിയതൊക്കെ വെച്ചൊരു സുവിശേഷം അങ്ങ് എഴുതി കൊടുത്തു കാണും. അപ്പോൾ അതിനകത്ത് ഈശോയുടെ ബാല്യകാലത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. ഈശോ ആരാണ്, എന്താണ് പഠിപ്പിച്ചത്, എന്താണ് ചെയ്തത്, അത് നേരെ അങ്ങ് എഴുതി മാർക്കോസ് ഹാൻഡ് ഓവർ ചെയ്തു. അതാണ് മാർക്കോസിൻ്റെ സുവിശേഷം. മത്തായും ലൂക്കായും കുറച്ചുകൂടെ കഴിഞ്ഞ് മാർക്കോസിൻ്റെ സുവിശേഷത്തെ ഒരു സോഴ്സായി വെച്ച് ഒക്കെ ഞങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ പറയും മാർക്ക് ആൻഡ് സോഴ്സ്. മാർക്കിൻ്റെ സോഴ്സ് ഉണ്ട് മത്തായിക്കും ലൂക്കായ്ക്കും. അതുകൂടാതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സോഴ്സ് ഉണ്ട്, ഒരു ക്വെല്ലേ എന്നൊരു സോഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു സോഴ്സ്. പിന്നെ ഒരു മത്തയൻ, ഒരു ലൂക്കൻ എക്സ്ക്ലൂസീവ് സോഴ്സ്.
അങ്ങനെയാണ് ഈ മാത്യു ലൂക്ക് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതെന്ന് പറയും. ഒടുവിൽ യോഹന്നാൻ. അപ്പം ഞാൻ പറഞ്ഞത് ഇനി ശ്രദ്ധിക്കണേ, നമുക്കൊരു തിരിച്ചറിവും പഠനവും കൂടാണ്. മർക്കോസ് സുവിശേഷം ഈശോയുടെ സുവിശേഷം ആരംഭിച്ചത് പരസ്യ ജീവിതത്തിൽ നിന്ന്. മത്തായും ലൂക്കായും ഈശോയുടെ ഇൻഫൻസി നറേഷൻ, അവൻ്റെ പിറവിയെക്കുറിച്ചുള്ള അറിയിപ്പ്, പിറവി, ബാല്യകാലമൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചു. പക്ഷേ അവരങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും മാത്രമാണ് ഈശോയുടെ വംശാവലി ഉള്ളത്. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണേ, വീട്ടിനകത്ത് തന്നെ ക്വിസ് നടത്താം ഇത് കഴിയുമ്പോൾ. വംശാവലി കാണാൻ പറ്റുന്നത് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും മാത്രമാണ്. അതിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. പെട്ടെന്ന് ആർക്ക് പറയാൻ പറ്റും നോക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ വംശാവലിയും ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്ന വംശാവലി തമ്മിൽ വ്യത്യാസമുണ്ടോ? ശ്രമിച്ചു നോക്കിക്കോ, പറയാൻ പറ്റുമെന്ന്. ആരെങ്കിലും ഒരുമിച്ചിരുന്നാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമ്മാനം ഓഫർ ചെയ്ത് പറഞ്ഞു. വ്യത്യാസം ഞാൻ പറയാം. ഇതാണ് വ്യത്യാസം. ഒന്ന് റിവേഴ്സ് ഓർഡറിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ആ കാർന്നോമാരെ പറഞ്ഞ് ഈശോയിലേക്ക് എത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. അതൊരു സിമ്പിൾ വ്യത്യാസം. പക്ഷേ പ്രധാനപ്പെട്ട വ്യത്യാസം, മത്തായിയുടെ സുവിശേഷത്തിലെ ഈശോയുടെ വംശാവലി വിവരണത്തിൻ്റെ അങ്ങേയറ്റത്തെ വലിയ കാർന്നോൻ ആരാന്നറിയാവോ? അബ്രാഹം. ഇനി പറ, ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ വംശാവലിയുടെ അങ്ങേയറ്റത്ത് ആരാണ്? ആദം. എന്താ കാര്യം? വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു റീസണിങ് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. എന്താ അത്? അതായത് മത്തായി സുവിശേഷം എഴുതിയത് ആർക്ക് വേണ്ടിയിട്ടാ? മത്തായി സുവിശേഷം എഴുതിയത് യഹൂദർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ ഒരു പാട്ട് പാടുന്നില്ലേ? സുവിശേഷ ഗീതം എഴുതി നരകുല രക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം യൂദയ സഭയിൽ മത്തായി, മർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്ക ഈജിപ്തിലെ സഭയിൽ, യോഹന്നാൻ എഫേസൂസിൽ. ശരിക്കും അതൊക്കെ എന്തൊരു ടീച്ചിങ് എന്നറിയാം. അത്തരം പാട്ടുകളൊക്കെ നിർഭാഗ്യവശാൽ നമുക്ക് അത്തരം പാട്ടുകളൊന്നും കുർബാനയിൽ പാടാൻ നേരവുമില്ല, യോഗവുമില്ല. അതിന് പകരം നമ്മൾ ആകാശം മാറും ഭൂതലം മാറും ചിലപ്പോൾ പാടിക്കളയും കുർബാനയിലെ സുവിശേഷ പ്രതിഷ്ഠ നേരത്ത്. സുന്ദരമായ പാട്ടാണത്, ടീച്ചിങ് ആണത്. അതായത് മത്തായി സുവിശേഷം എഴുതിയത് യഹൂദർക്ക് വേണ്ടി സുവിശേഷം എഴുതിയ മത്തായിക്കറിയാം ഇതിൻ്റെ അങ്ങേയറ്റത്ത് ആര് വരണം? യഹൂദരുടെ പിതാവായ അബ്രാഹം വരണം. കാരണം ഈ പുസ്തകം ആരെ ലക്ഷ്യം വെച്ചുള്ളതാ? യഹൂദരെ ലക്ഷ്യം വെച്ചുള്ളത്. അപ്പോൾ അവർക്ക് മനസ്സിലാകണം, നമ്മുടെ വലിയ പാപ്പനാണ് കേട്ടോ ഇതിൻ്റെ കാർന്നോൻ അബ്രാഹം. ഇനി പറഞ്ഞേ, ലൂക്ക സുവിശേഷം എഴുതിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ ഗീതത്തിൽ പാടുന്നു, ലൂക്ക ഈജിപ്തിലെ സഭ വിജാതിയരുടെ സഭയാണ്. വിജാതിയര് ക്രിസ്ത്യാനികളായതാണ്. അത് മാത്രമല്ല, ലൂക്ക സുവിശേഷം അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഗോസ്പൽ, സാർവത്രിക സുവിശേഷം, എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ട സുവിശേഷം. അങ്ങനെയാണെങ്കിൽ പറ, എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ട സുവിശേഷത്തിൽ വംശാവലിയുടെ അങ്ങേയറ്റത്ത് ആര് വന്നേ പറ്റൂ? ആദം, മാനവകുലത്തിൻ്റെ പിതാവ്. ഇവിടെയോ യഹൂദർക്ക് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷത്തിൻ്റെ അങ്ങേയറ്റത്ത് ആര് വന്നു? അബ്രാഹം, യഹൂദരുടെ പിതാവ്. ശരിക്കും ഇത്തരം കാര്യങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടാണ്, ഇനിയാണ് രസം. ഇവർ 3 പേരും മർക്കോസ് എഴുതി, അത് കഴിഞ്ഞ് ഭയങ്കര പഠനമൊക്കെ നടത്തി, മത്തായും ലൂക്കായും എഴുതി. ഇതൊരങ്ങോട്ട് എഴുതി മാറിക്കഴിയുമ്പോൾ ഹിയർ കംസ് ദ മാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ്. ആര് വരുന്നു? യോഹന്നാൻ ഇങ്ങോട്ട് വന്നിട്ടൊരു പറച്ചിൽ പറയും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ ദൈവം, ആ വചനം മാംസം ധരിച്ചു നമുക്കിടയിൽ വസിക്കുന്നു. എന്ന് വെച്ചാൽ മർക്കോസ് ഈശോയെ പരസ്യജീവിതത്തിൽ നിന്ന് തുടക്കം കുറിച്ചെങ്കിൽ, മത്തായും ലൂക്കായും ഈശോയുടെ ബാല്യം അല്ലെങ്കിൽ വംശാവലിയിൽ തുടക്കം കുറിച്ചെങ്കിൽ, യോഹന്നാൻ പറയുന്നു ഹി ഈസ് ദേർ ഫ്രം ദ എറ്റേണിറ്റി. നിത്യതയിൽ അവനുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവത്തോളം പിതാവോളം അവനെ കൊണ്ടുപോയി ചേർത്ത് വയ്ക്കുകയാണ്. ഈശോയുടെ ദൈവത്വത്തെ ഹൈലൈറ്റ് ചെയ്യുന്നു യോഹന്നാൻ. അതുകൊണ്ടല്ലേ യോഹന്നാൻ്റെ ചിഹ്നമായ കഴുകൻ, ഉയർന്നു പറക്കുന്ന പക്ഷിയാണ് യോഹന്നാൻ്റെ ചിഹ്നം. ദൈവത്വത്തെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് യോഹന്നാൻ. ഇത്രയും ഒരു ആമുഖ പഠനമായിട്ടൊക്കെ ഇരിക്കട്ടെ. പറഞ്ഞു പോയപ്പോൾ അങ്ങ് അല്പം ആവേശം കൂടി അങ്ങ് പഠിപ്പിച്ച് പോയതാണ് ബൈബിള്. ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ സുവിശേഷം എടുക്കുമ്പോൾ അതിൻ്റെ ആ അന്തരാർത്ഥങ്ങളിലേക്ക് പോകാൻ എളുപ്പമാണ്. അതിൻ്റെ പാറ്റേൺ തലയിൽ കയറും. നമുക്ക് ആസ്വദിക്കാൻ പറ്റും. വചനത്തെ കുറെ കൂടെ അടുത്ത് അനുഭവിക്കാൻ പറ്റും. യെസ്. ഇനി നമ്മൾ പോകുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലിയിലേക്കാണ്. ബൈബിൾ എടുത്തു. മത്തായി പുതിയ നിയമത്തിൻ്റെ ആരംഭവാക്യങ്ങളാണത്. മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലി തുടങ്ങുന്ന ഇങ്ങനെയല്ലേ? അബ്രാഹത്തിൻ്റെ പുത്രനായ
ദാവീദിൻ്റെ പുത്രൻ ഈശോ മിശിഹായുടെ വംശാവലി ഗ്രന്ഥം പുതിയ നിയമം ആരംഭിക്കുകയാണ്. മത്തായി 1:1. എത്ര തലമുറയുണ്ട്? 42 തലമുറകൾ. അതായത് അബ്രാഹം മുതൽ ദാവീദ് വരെ 14 തലമുറയും, ദാവീദ് മുതൽ ബാബിലോൺ വിപ്രവാസം വരെ 14 തലമുറയും, ബാബിലോൺ വിപ്രവാസം മുതൽ മിശിഹാ തമ്പുരാൻ വരെ 14 തലമുറ. 42 തലമുറകളുടെ ലിസ്റ്റാണ് ഈ വംശാവലി ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പെട്ടെന്ന് ചോദിക്കുകയാണ്, വീണ്ടും പെട്ടെന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. വംശാവലി ഗ്രന്ഥത്തിൽ സ്ത്രീകളുടെ പേരുകൾ എവിടെയൊക്കെയുണ്ട്? എത്ര സ്ത്രീകളെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വംശാവലി ഗ്രന്ഥത്തിൽ? ഈശോയുടെ 42 തലമുറകളുടെ വംശാവലിയിൽ എത്ര സ്ത്രീകൾ? ഒന്നാമത്തത് താമാർ, രണ്ടാമത്തത് റാഹാബ്, മൂന്നാമത്തത് റൂത്ത്, നാലാമത്തത് ഉറിയായുടെ ഭാര്യ. ബത്ശബ എന്ന് എഴുതിയിട്ടില്ല, ഉറിയായുടെ ഭാര്യ. ഒടുവിൽ മറിയം. അങ്ങനെ 5 സ്ത്രീകളുടെ മെൻഷനിങ്. പേര് പറഞ്ഞിരിക്കുന്നത് 4 സ്ത്രീകളുടെയും മെൻഷൻ ചെയ്തിരിക്കുന്നത് 5 സ്ത്രീകളെയും. അതെന്താ ഒരു വ്യത്യാസം? ഉറിയായുടെ ഭാര്യ എന്നാണ് ബത്ശബയെ വിളിച്ചിരിക്കുന്നത്. ബത്ശബ എന്ന പേര് വന്നിട്ടില്ല, ഉറിയായുടെ ഭാര്യ. അത് പ്രത്യേകം പറയാൻ കാര്യം ദാവീദ് ചെയ്ത പാപത്തെ ഹൈലൈറ്റ് ചെയ്യാനാണ് എന്ന് വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ സ്ത്രീകളുടെയൊക്കെ പേരുകൾ പറയാൻ കാര്യം അറിയാമോ? ഞാൻ ഒത്തിരി അങ്ങോട്ട് ഡീറ്റെയിൽഡ് പോയാൽ നമ്മുടെ സമയപരിപന്തിയിൽ നിൽക്കില്ല. ഒന്നാമത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ആശങ്ക എനിക്കുണ്ട്. ഒരു വിധത്തിലാണ് നീട്ടി അവിടെ എത്തിക്കുന്നത് ഞാൻ എപ്പോഴും പറയും. പക്ഷേ ഇന്നത്തത് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, കാരണം ഇത് കൃത്യം ബിബ്ലിക്കൽ ടോപ്പിക് ആയതുകൊണ്ട് ഇതങ്ങ് പോകും. അത്രയും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊരുമിച്ച് മിനിമം അറിവെങ്കിലും പഠിച്ചെടുക്കാം, ബാക്കി നിങ്ങൾ വായിച്ചെടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത്, ഒരു പേനയോ പേപ്പറോ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കുറിച്ചിട്ടോ ഈ സ്ത്രീകളെയൊക്കെ. ഒന്നാമത്, യഹൂദരുടെ വംശാവലിയിൽ ഗതിയിൽ സ്ത്രീകൾക്കിടവില്ല. യഹൂദരുടെ വംശാവലിയിൽ, കാരണം അതൊരു പേട്രിയാർക്കൽ സൊസൈറ്റിയാണ്, പുരുഷ മേധാവിത്വമുള്ളൊരു സമൂഹത്തിൽ വംശാവലി എഴുതുമ്പോൾ സ്ത്രീകളുടെ പേര് കുറിക്കേണ്ട കാര്യമില്ല. എന്നിട്ടും ഈശോയുടെ വംശാവലിയിൽ സ്ത്രീകളുടെ പേര് കുറിച്ചിരിക്കുന്നു, മെൻഷൻ ചെയ്തിരിക്കുന്നു. അത് തന്നെയും ആ സ്ത്രീകളുടെ പ്രത്യേകതകൾ നിങ്ങൾ വായിക്കണം. അതായത് അമ്മായിയപ്പനിൽ നിന്ന് 2 കുഞ്ഞുങ്ങളെ സ്വീകരിച്ച, അമ്മായിയപ്പനിൽ നിന്ന് ഗർഭിണിയായ, അമ്മായിയപ്പനിൽ 2 കുഞ്ഞുങ്ങൾ പിറന്ന താമാർ. ഇനി റാഹാബ്, അവൾ കാനാൻകാരിയാണ്. റാഹാബ്, അവളെക്കുറിച്ച് പറയുന്നത് ആദ്യത്തെ വാക്കിൽ എഴുതിയിരിക്കുന്നത് വേശ്യയായ റാഹാബ്. അതിനുശേഷം റൂത്ത്, അവൾ മൊവാബുകാരിയാണ്, മൊവാബൈറ്റാണ്. എന്ന് വെച്ചാൽ ഇസ്രായേൽക്കാരി അല്ല റൂത്ത്. അപ്പോൾ റൂത്ത്. അതിനുശേഷം ഉറിയായുടെ ഭാര്യ. എന്താ അത്? മറ്റൊരാളുടെ ഭാര്യ, ദാവീദ് സ്വന്തമാക്കിയവൾ, സോളമൻ്റെ അമ്മ. അത്ര വെടിപ്പെന്ന് പറയാൻ പറ്റില്ല. വെളിപ്പെന്ന് വെച്ചാൽ അവള് ഷീ മേ ബി എ വിക്റ്റിം, കൾപ്രിറ്റ് ആയിരിക്കത്തില്ല, വിക്റ്റിം, ഇരയായിരിക്കും. സ്റ്റിൽ ഒരു ഡാർക്ക് മാർക്കാണത്. അവളും ഉൾപ്പെട്ടു ഇതിനകത്ത്. അപ്പോൾ അർത്ഥം എന്താണെന്നറിയാമോ? ഇങ്ങനെ മനസ്സിലാക്കണം, രക്ഷാകര പദ്ധതിയിൽ, ഇൻ ദി സാൽവേഷൻ പ്രോജക്റ്റ്, കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ എല്ലാവർക്കും ഇടമുണ്ട്. വേട്ടക്കാരനും ഇരയ്ക്കും ഒക്കെ ഇടമുള്ള ഒരു പദ്ധതിയുടെ പേരാണ് കർത്താവ് തമ്പുരാൻ്റെ രക്ഷാകര പദ്ധതി. ഇനി ആണുങ്ങളുടെ പേര് നോക്കി ഇതിനേക്കാളും കഷ്ടമാണ്. സ്ത്രീകളുടെ താകപ്പാടെ 4-5 പേരേ ഉള്ളല്ലോ, അത് വെച്ച് പറയാമെന്ന് വിചാരിച്ചതാ. ഓരോരുത്തരെ ഈ വംശാവലിയെ പറഞ്ഞിരിക്കുന്ന ഫുൾ ടീംസ് ഉണ്ടല്ലോ, ഓർത്തേക്കരുത്. 42 തലമുറ വെടിപ്പുള്ളൊരു തലമുറയായി കടന്ന് വന്നതെന്ന്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്ലോസ് ഉണ്ട്, കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്. ഇത് ഈ 4 സ്ത്രീകളെക്കുറിച്ച് പഠിക്കാൻ, 5 സ്ത്രീകളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. കുറിച്ചെടുത്തോ. താമാർ ഉള്ളത് ഉൽപ്പത്തി 38. താമാറിനെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുക. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. താല്പര്യത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ഇന്ന് നൽകുന്ന ഹോംവർക്ക് സമയമെടുക്കുക. ക്രിസ്മസ് ഒക്കെ അടുത്തോട്ട് വരികയല്ലേ, കുറച്ചുകൂടൊക്കെ ഒരു എഫേർട്ട് എടുത്തേ. ഈ പറയുന്ന ഭാഗങ്ങൾ ഒന്നിരുന്ന് വായിച്ചേ. ഒന്നാമത് താമാർ, ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം. റാഹാബ്, ജോഷുവയുടെ പുസ്തകം 2, 3, 4 അധ്യായങ്ങളിൽ നമുക്ക് റാഹാബിനെ കാണാം. റൂത്തിൻ്റെ പേരിൽ ഒരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ റൂത്തിൻ്റെ പുസ്തകം വായിക്കുക. അപ്പോൾ അവൾ മൊവാബുകാരി. പക്ഷേ ഇവരുടെയൊക്കെ പ്രത്യേകത എന്നറിയാമോ? ശരിക്കും നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ഞാൻ കുറച്ച് ക്ലൂ തരുന്നതേ ഉള്ളേ. കുറവുകളുണ്ട്, പരിമിതികളുണ്ട്. ഇവരാരും നോക്കിക്കേ, ഈ റാഹാബ് കാനാൻകാരിയാണ്, റൂത്ത് മൊവാബിയാണ്, ഉറിയായുടെ ഭാര്യ എന്ന് പറയുന്നവൾ ഉറിയ ഹിറ്റൈറ്റാണ്, ഹിത്യനാണ് ഉറിയ. അപ്പോൾ ഹിത്യൻ്റെ ഭാര്യ ആ ഗണത്തിൽപ്പെട്ടു. ഇസ്രായേലിൻ്റെ ആ വംശത്തിന് പുറത്തേക്ക് പോയവരാണ്. അവരെയൊക്കെയാണ് തിരിച്ചു വിളിച്ച് വംശാവലിയിൽ ഇടം കൊടുത്തിരിക്കുന്നത്. അതായത്
ഒരു ഓൾ ഇൻക്ലൂസീവാണ് കർത്താവ്. സാർവത്രിക മാനം കൊടുക്കുക, എല്ലാവർക്കും രക്ഷാകര പദ്ധതിയിൽ ഇടമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഇവർക്കൊക്കെ ക്വാളിറ്റി ഉണ്ട്. നിങ്ങളത് വായിച്ചു വരുമ്പോൾ അറിയാം. ഉദാഹരണത്തിന് റാഹാബ് ജോഷുവ ജെറീക്കോ ഉറ്റുനോക്കാൻ ചാരന്മാരെ അയച്ചപ്പോൾ ഇവർക്കിടം കൊടുത്തവളുടെ പേരാണ് വേശ്യയായ റാഹാബ്. ഈ റാഹാബ് ഇവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമാണ് സത്യദൈവമെന്ന് ഞാൻ അറിയുന്നു, നിങ്ങളുടെ ദൈവമാണ് സത്യദൈവമെന്ന് ഞാൻ അറിയുന്നു. നോക്കിക്കേ, ഇസ്രായേൽക്കാരി അല്ലാത്തൊരാൾ അവൾ ഏറ്റുപറയും, നിങ്ങളുടെ ദൈവമാണ് സത്യദൈവം. അതുപോലെ തന്നെയാണ് റൂത്ത് അമ്മായിയമ്മയോട് പറയുന്നുണ്ട്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് അമ്മായിയമ്മയോട് ചേർന്ന് നിന്നപ്പോൾ അമ്മായിയമ്മ പറയുന്നുണ്ട്, നീ തിരിച്ചു പൊക്കോടി കൊച്ചേ. പക്ഷെ റൂത്ത് പറയുന്നുണ്ട്, അല്ലമ്മേ, ഇനി മുതൽ അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവം, അമ്മയുടെ ബന്ധുക്കളാണ്, അമ്മയുടെ ദേശമാണ് എൻ്റെ ദേശം, അമ്മയുടെ ബന്ധുക്കളിൻ്റെ ബന്ധുക്കൾ. ഈ സമൂഹത്തോട്, ഈ വിശ്വാസത്തോട് ചേരുകയാണ് അവള്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വാളിറ്റീസും ഇവരിലുണ്ട്. അതായത് കർത്താവ് അവരിലെ നന്മയെ കണ്ടിട്ടുണ്ടായിരിക്കുന്നേ. ബാക്കിയുള്ളവരൊക്കെ ബൈബിൾ എഴുതിയ രചയിതാക്കൾ പോലും അവരുടെ കുറവുകളെ കുറച്ചൊക്കെ ഹൈലൈറ്റ് ചെയ്തപ്പോൾ, അതുകൊണ്ടല്ലേ റാഹാബിനെ പറയുന്ന ആദ്യത്തെ വാക്കിൽ മുമ്പിൽ കിടക്കുന്ന ആഡ്ജക്റ്റീവാണ് വേശ്യയായ റാഹാബ്. അങ്ങനെ മെൻഷൻ ചെയ്യപ്പെട്ടവരെ പോലും കർത്താവ് അവൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കിയിട്ട് മത്തായി വംശാവലി കുറിച്ചപ്പോൾ ഇവർക്കൊക്കെ ഇതിനകത്ത് റോള് വന്നു. എന്തൊരു പദ്ധതി എന്നറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട്, അപ്പോൾ എല്ലാം മെൻഷൻ ചെയ്തു ഞാൻ. ഉറിയായുടെ ഭാര്യയുടെ കാര്യം പറയുന്നത് 2 സാമുവേൽ 11-12 1 രാജാക്കന്മാർ 1-2 അധ്യായങ്ങളിലും. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്തേക്ക്. ഇത് ഹോംവർക്കാണ്, ഇത് വായിക്കണം. ഇനി പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്, എന്നെ കേൾക്കുന്ന നിങ്ങൾ തോന്നുകയാണ്, എൻ്റെ കർത്താവേ, ഞാൻ ഒത്തിരി കുറവുകളുള്ള ആളാണ്, എൻ്റെ പൂർവ്വകാലമൊക്കെ ഓർക്കാൻ പോലും കൊള്ളില്ല, എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ച കാലമായിരുന്നു അത് എന്നൊരു വിചാരത്തിൽ അങ്ങ് താന്ന് പോവുകയാണെങ്കിൽ നോക്ക്, ഏത് ബലഹീനനെയും, ഏത് മഹാപാപിയെയും, ഏതിടറിപ്പോയവനെയും തിരിച്ചു പിടിച്ചുയർത്താൻ കഴിവുള്ളൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നിനക്കും രക്ഷാകര പദ്ധതിയിൽ കർത്താവ് ഇടം തരും. നിനക്കും നിന്റെ കുറവുകളെ അതിജീവിക്കുന്ന കർത്താവിൻ്റെ കരുണ നിന്നിൽ പ്രവർത്തിക്കും. അതുകൊണ്ടല്ലേ നീ ശിഷ്യപ്രമുഖനായൊരു മുക്കുവനെ, അന്നത്തെ സാഹചര്യത്തിൽ വിളുമ്പിൽ വസിക്കുന്നവനാണ് മുക്കുവൻ, ആര്? ഈ പത്രോസ്. കുറച്ചുകൂടെ ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും എടുത്തുകൂടെ നമുക്ക് പോലും തോന്നിപ്പോകും. ഇത്രയും ഫ്രജൈലായിട്ടുള്ള, ഇടയ്ക്കൊരു ആവേശം കയറുകയും ഇടയ്ക്ക് വല്ലാണ്ട് താഴോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരനെ പിടിച്ച് ശിഷ്യപ്രമുഖനാക്കണോ? അവനെയും കർത്താവ് അവൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി. അവനെയും കർത്താവ്, ചുങ്കക്കാരൻ, ആ കാലത്ത് വെറുക്കപ്പെട്ടവൻ, യഹൂദരുടെ ഇടയിൽ വെറുക്കപ്പെട്ടവൻ, റോമാക്കാർക്ക് സ്വജനത്തിൻ്റെ കയ്യിൽ നിന്ന് ചുങ്കം പിരിച്ചു കൊടുത്ത് ജീവിക്കുന്നവൻ, വെറുക്കപ്പെട്ട ലേവി മത്തായി അവൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായില്ലേ? സഭയെ, കർത്താവിൽ വിശ്വസിക്കുന്നവരെ കൊന്നു തള്ളിയ ഒരു സാവൂളിനെ കർത്താവ് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് ഈ സാൽവേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കിയില്ലേ? അങ്ങനെയാണെങ്കിലുണ്ടല്ലോ, ഏത് കുറവുള്ളവനെയും, ഏത് മഹാഭാവിയെയും, ഏതിടറിപ്പോയവനെയും കർത്താവിന് അവൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കുവാനും അവൻ്റെ പേരും ഇനിയൊരു തലമുറ ഓർത്തു വയ്ക്കുന്ന രീതിയിൽ കർത്താവ് തമ്പുരാൻ്റെ ഹൃദയത്തോട് ചേർത്തെഴുതി വയ്ക്കാനും കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് നമുക്കിന്നുള്ള സ്നേഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ദൂത് അതാണ്. ലോകം മുഴുവൻ നിൻ്റെ കുറവുകൾ ഓർത്തു വയ്ക്കുമായിരിക്കും. ലോകത്തിൽ നീ അറിയപ്പെടുന്നത് നിന്റെ ഇടർച്ചകളുടെ പേരിലായിരിക്കും. ഇന്നും ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും നീ ഒരു പരിഹാസപാത്രമായി മാറുന്നത്, അപമാനത്തിൻ്റെ വിഷയമായി മാറുന്നത്, എന്നോ പറഞ്ഞു പോയൊരു വാക്ക്, ചെയ്തു പോയൊരു പ്രവൃത്തിയുടെ പേരിലായിരിക്കും. പക്ഷെ കർത്താവിൻ്റെ മുമ്പിലുണ്ടല്ലോ, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. നിന്നെ അവൻ അവൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തുമെന്ന് വിശ്വസിക്കണേ. അതുകൊണ്ട് ഇന്നത്തെ ആരാധനയിൽ എൻ്റെ കർത്താവേ, നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതാണ്. ഞാനൊക്കെ എപ്പോഴും ഓർക്കും, എൻ്റെ കർത്താവേ, എന്ത് കണ്ടിട്ടാണ് എന്നെ കൊണ്ട് നീ പണി ചെയ്യിപ്പിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് നിൻ്റെ വചനം എന്നെ കൊണ്ട് നീ പറയിപ്പിക്കുന്നത്? ഞാനൊരു മൂലക്കിരുന്ന് പറഞ്ഞ് ആര് കേൾക്കാനാണ്? എന്തിനാണ് നീ എനിക്ക് വചനം കേൾക്കാൻ ഇങ്ങനെ ഇടങ്ങൾ തരുന്നത്? എന്നെ കേൾക്കാൻ നീ ജനത്തെ ഒരുക്കുന്നത് എന്തിനാണ് കർത്താവേ? നിസ്സാരൻ, ബലഹീനൻ, ഒരുപാട് പാപചായ്വുകളുള്ളവൻ, ഇത്രയേ ഉള്ളൂ. എൻ്റെ കർത്താവേ, നിൻ്റെ കരുണ, നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കുന്നു. നമ്മളൊക്കെ ഓർത്തേക്കണേ, കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സൗമ്യതയുമാണ് നമ്മുടെ ബലം. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കാം, അവൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കാം. ഈ വിചാരത്തോടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.
യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ഈശോയെ, പരിശുദ്ധനെ, നിനക്ക് ആരാധന. കർത്താവേ, ഈ സദ്വാർത്ത ശുശ്രൂഷയിൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ എളിയവരായ ഞങ്ങളെ നിന്റെ കരുണയാലെ നീ യോഗ്യരാക്കി. ആരാധനയുടെ ഈ നിമിഷങ്ങളെ ഓർത്ത് ഈശോ നിനക്ക് നന്ദി. കർത്താവേ, നിന്നെ കണ്ട് ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഞങ്ങൾ എവിടെ നിന്ന് നിന്നെ ആരാധിക്കുന്നു ആ നിൽക്കുന്ന ഇടവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ വീട്, എൻ്റെ തൊഴിലിടം, ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം, ഞാൻ ആയിരിക്കുന്ന ദേശം ഈ ആരാധനയാലെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ, നിനക്ക് ആരാധന. കർത്താവേ, ലോകം മുഴുവനും നിന്റെ സ്തുതി ഉയരട്ടെ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ നിന്റെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റട്ടെ. ദൈവജനമേ, കരങ്ങൾ ചെറുതായി തുറന്നു പിടിച്ച് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവേ, ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ മഹത്വം. കർത്താവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഈശോയെ, ഈശോയെ. തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം, അണയുന്ന നിമിഷമി ആരാധന. സങ്കടങ്ങൾക്ക് ആശ്വാസമാണ് കർത്താവേ ഈ ആരാധന. തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം, അണയുന്ന നിമിഷമി ആരാധന. അലറും
വരുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമി ആരാധന 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 ഈശോയെ ആരാധന 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 കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ടത് നിന്റെ വംശാവലിയിൽ തലമുറകളുടെ ക്രമം എഴുതി വെച്ചിടത്ത് എല്ലാ ബലഹീനർക്കും പാപികൾക്കും വീണുപോയവർക്കും തെറ്റുപറ്റിയവർക്കുമൊക്കെ ഇടമുണ്ടല്ലോ കർത്താവേ. എഴുതിയത് നിന്റെ വംശാവലിയുടെ ഗ്രന്ഥമാകുമ്പോൾ ഇടറിപ്പോയവനും ഇടമുണ്ടാകുമല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതവും നിന്റെ കരുണയുടെ അനുഭവമാകുന്നത് അങ്ങനെ തന്നെയാണ്. യോഗ്യത നോക്കിയ നീ നോർക്കാൻ തക്കവിധം എന്തു മേന്മയുണ്ട് ഈശോ എന്നിൽ. യോഗ്യത നോക്കിയ നിന്റെ ചിന്തയിൽ ഞാൻ എത്താൻ തക്കവണ്ണം എന്തു മെച്ചമുണ്ടപ്പാ എന്നിൽ. കർത്താവേ, നീ എന്നെ ഓർത്തല്ലോ ഈശോ, നീ എന്നെ ഓർക്കുന്നല്ലോ. ചില മനുഷ്യര് ഞങ്ങളോട് സംസാരിക്കാൻ വരുമ്പോ അവര് ഞങ്ങളുടെ പേരോർത്തിരിക്കുന്നതോ ഞങ്ങളെ മുമ്പ് കണ്ട ഇടമോ നേരമോ ഓർത്തിരിക്കുന്നതോ ഞങ്ങൾക്ക് വലിയ അത്ഭുതമാണ്. വലിയ മനുഷ്യർ. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതവും ഏറ്റവും വലിയ നന്ദിയും, ഉടയവനെ നീ എന്നെ ഓർത്തല്ലോ. പ്രിയപ്പെട്ടവരെന്ന് കരുതി ഞാൻ ചേർത്തു നിർത്തിയവർ പലരും സൗകര്യപൂർവം എന്നെ മറന്നു കളഞ്ഞപ്പോ, മറന്നതുപോലെ അഭിനയിച്ചപ്പോ നീ എന്നെ ഓർക്കുന്നല്ലോ കർത്താവേ. നിസ്സാരനായ പാപിയായ യോഗ്യത ഏതുമില്ലാത്ത എന്നെ നീ ഓർത്തു. 42 തലമുറകളുടെ വംശാവലിയിൽ മുമ്പെപ്പോഴൊക്കെയോ ജീവിച്ച് മറന്നുപോയവർ, കടന്നുപോയവർ, അത്ര ശ്രേഷ്ഠമെന്ന് വിശേഷിപ്പിക്കാൻ യാതൊന്നും ചെയ്യാനോ പറയാനോ കഴിയാതെ ബലഹീനതയിൽ ചായ്വുകളിൽ വീണുപോയവർ, അവരെ നീ ഓർത്തല്ലോ കർത്താവേ. അതാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ ആശ്വാസവും. യോഗ്യത നോക്കാതെ, മെച്ചം നോക്കാതെ എന്നെ ഓർക്കുന്ന എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ സങ്കടങ്ങളിലേക്ക് ഇനിയും നീ ആകാശം ചായിച്ച് ഇറങ്ങി വരണേ കർത്താവേ. നിനക്ക് ആരാധന. എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനാ യേശുവേ, നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചതിനാ ഈശോയെ, എന്തു ഞാൻ പകരം നൽകും കർത്താവേ. നീ കരുതും കരുതലിനാ യേശുവേ, നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചതിനാ എൻ രക്ഷയായ ദൈവം, ഉയർച്ചയായ ദൈവം, ശക്തനേ, സൗമ്യത എന്നെ വലിയവനാക്കി. നിന്റെ കരുണയാണപ്പാ. എൻ രക്ഷയായ ദൈവം, നിൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി.
ഭൂമി മുഴുവന്റെയും രാജാവ് നീ തന്നെയല്ലേ. ഇസ്രായേലിന്റെ പരിശുദ്ധ, നീ എന്നെ ഓർത്തു, നീ നിന്റെ കരുണയാലെ എന്നെ പൊതിഞ്ഞു. ഈശോയെ, സർവഭൂമിക്കും രാജാവു നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. സർവഭൂമിക്കും രാജാവും നീ, പരിശുദ്ധനെ, ഇസ്രായേലിൻ പരിശുദ്ധൻ, വീണ്ടെടുത്ത എന്റെ കർത്താവേ, എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ വല്ലവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്തു ഞാൻ പകരം നൽകും എന്റെ കർത്താവേ, നീ കരുതും കരുതലിനായി. യേശുവേ, നീ ഓർത്തതിനായി, എന്നെ നീ മാനിച്ചതിനായി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ നിന്റെ സൗമ്യത, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. രക്ഷയായ ദൈവമേ, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യേശുവേ ആരാധന, കരങ്ങൾ ഉയർത്തി. ഈശോയെ, ഹല്ലേലൂയ. എന്റെ കർത്താവേ, ആരാധന. ഈശോയെ, എന്റെ രക്ഷകനെ, എന്റെ ഉയർച്ചയെ, നിനക്ക് ആരാധന. എന്നെ വീണ്ടെടുത്തവനെ, എന്റെ പരിപാലകനെ, നിനക്ക് ആരാധന. ഈശോയെ, മഹത്വം. ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിച്ച്, രക്ഷകനെ, എന്റെ ഉയർച്ചയെ ഏറ്റുപറഞ്ഞ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. എന്റെ രക്ഷയായ ദൈവം, എന്തു ഞാൻ പകരം നൽകും? നീ കരുതും കരുതലിനായി. യേശുവേ, നീ ഓർത്തതിനായി, എന്നെ നീ മാനിച്ചതിനായി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,